കൊച്ചി നഗരത്തിൽ ബണ്ടിച്ചോർ മാതൃകയിൽ കളവ് നടത്തിയ യുവാവ് പോലീസ് പിടിയിലായി. കോഴിക്കോട് വടകര സ്വദേശി തോമസ് ജോസഫാണ് ഹൈടെക് മോഷണം നടത്തി ലക്ഷങ്ങളുടെ കളവ് നടത്തിയ കേസിൽ പിടിയിലായത്. CCTVയിലെ ദൃശ്യങ്ങളാണ് ഇയാളെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചത്. ക്യാമറ അടക്കം അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്ഥാപനങ്ങളായിരുന്നു തോമസ് ജോസഫ് മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്നതിലേറെയും. മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിചയം സ്ഥാപിച്ചെടുക്കുന്ന ഇയാൾ ഉടമസ്ഥരെ സ്വാധീനിച്ച സ്ഥാപനത്തിൽ ജോലിക്ക് കയറിപ്പറ്റും. തുടർന്നായിരിക്കും മോഷണ സമയത്ത് തിരിച്ചറിയാതിരിക്കാനായി മങ്കി ക്യാപ്പും ജാക്കറ്റും കയ്യുറകളും ധരിക്കുന്നതായിരുന്നു ഇയാളുടെ പതിവ് ശൈലി. ഈ പാലാരിവട്ടം ഷോ സ്ഥാപനത്തിൽ മോഷണം നടത്തുന്നതിനിടയിൽ ഇയാളുടെ വീഡിയോ കിട്ടുകയും വീഡിയോ കിട്ടിയെങ്കിൽ പോലും മുഖം മറച്ചതുകൊണ്ട് ആൾ വ്യക്തമായിരുന്നില്ല. പലപ്പോഴും നിരീക്ഷണ ക്യാമറകൾ ഇയാൾ തല്ലി തകർത്തിരുന്നു. കൊച്ചി നഗരത്തിലെ ഹൈടെക് ഡയഗ്നോസ്റ്റിക് എന്ന സ്ഥാപനത്തിൽ കളവ് നടത്തുമ്പോൾ CC ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കൊച്ചി ബണ്ടിച്ചോറിനെ പോലീസ് വലയിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. തലസ്ഥാനത്ത് +2 വിദ്യാർത്ഥിയെ കൂട്ടുകാരിയുടെ സഹായത്തോടെ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിന് ശേഷം മാനസിക നില പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് പെൺകുട്ടി. കേസിൽ 3 പേരെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കൊഞ്ചരവള സ്വദേശിനിയായ 17-കാരിയാണ് കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിന് ശേഷം മാനസികാവസ്ഥ പൂർണ്ണമായും തകർന്ന നിലയിലാണ് പെൺകുട്ടിയെന്ന് പോലീസ് പറഞ്ഞു. കാമുകനായ പ്രശാന്തിന്റെ കൈവശം പെൺകുട്ടിയുടെ നഗ്നചിത്രമുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡന ശ്രമം. കഴിഞ്ഞ മാസം 11-ാം തീയതി പെൺകുട്ടിയെ കൂട്ടുകാരി പ്രശാന്തിന്റെയും കൂട്ടുകാരുടെയും അടുത്തെത്തിച്ചു. തുടർന്ന് ഇവർ പെൺകുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഒഴിഞ്ഞ വീട്ടിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡനശ്രമം പുറത്തറിഞ്ഞത്. പെൺകുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് പീഡനശ്രമം നടന്നതായി സ്ഥിരീകരിച്ചു. സംഭവത്തിൽ പിടിയിലായ 3 പേരിൽ 2 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.